പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം CP ഷാജിയാണ്. ഒരു വ്യക്തി കിടപ്പ് രോഗിയായി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൻ്റെ ആ ദുരിതവും വേദനയും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കിടപ്പ് രോഗികളെ സഹായിക്കാൻ ഞങ്ങളുണ്ട് കൂട്ടെന്ന് കേരളത്തിൽ ആദ്യമായി പറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഞങ്ങളുടേതാണ്. ആലപ്പുഴ മുഹമ്മ ഗ്രാമപഞ്ചായത്ത്. അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീ CK ഭാസ്കരൻ, അദ്ദേഹത്തിൽ നിന്നും ഉയർന്നു വന്നൊരു ആശയം ഇന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായ ബഹുമാനപ്പെട്ട ഡോക്ടർ സൈറു മാഡവും അന്ന് കേരളത്തിൻ്റെ മന്ത്രിയായിരുന്ന ശ്രീ TM തോമസ് ഐസക്കിൻ്റെയും എല്ലാം കൂട്ടായ ഒരു പരിശ്രമത്തിൽ കേരളത്തിൽ കിടപ്പ് രോഗികളായി കഴിയുന്നവരെ സഹായിക്കാൻ ഞങ്ങളുണ്ടെന്ന് കേരളത്തിൽ ആദ്യമായി പറഞ്ഞ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തെളിഞ്ഞു വന്ന ദീപത്തിൻ്റെ പ്രകാശം പിന്നീട് കേരള ഗവൺമെൻറ് അത് നടപ്പിലാക്കുകയും ചെയ്തു. ആ സാന്ത്വന പരിപാലന പ്രവർത്തനങ്ങൾക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ശക്തമായൊരു സാന്നിധ്യമായി മാറിയ സാമൂഹിക പ്രവർത്തകൻ, കമ്മ്യൂണിസ്റ്റ് സഖാവ് CK ഭാസ്കരൻ്റെ 11ാമത് അനുസ്മരണ ചടങ്ങുകൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിന് മുന്നിൽ അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ട് സാന്ത്വന പരിപാലന പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി മാറുന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ചടങ്ങ് മുൻ ആലപ്പുഴ MP ശ്രീ KS മനോജ്, ഡോക്ടർ സൈറു മാഡം ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ പങ്കെടുത്ത ആ ചടങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. കൃത്യമായി കാണുക. നമ്മളുടെ വീട്ടിലും നമ്മുടെ തൊട്ടടുത്തും കിടപ്പ് രോഗികളായി കഴിയുന്നവരെ സഹായിക്കാൻ ഒരു നിമിഷമെങ്കിലും നമ്മൾ മാറ്റിവെക്കുക. അതോടൊപ്പം ഒരാൾ കിടപ്പ് രോഗി ആകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, ആ പരിശ്രമങ്ങളിലേക്ക്, ആ ചിന്തകളിലേക്ക് നിങ്ങളുടെ ചിന്തകൾ ഉണരട്ടെ എന്നുള്ള പ്രാർത്ഥനകളോടെ കാണുക. ഞങ്ങൾ ആലപ്പുഴ മുഹമ്മക്കാരുടെ ഹൃദയങ്ങളിൽ എന്നുമെന്ന് സ്ഥാനമുള്ള കമ്മ്യൂണിസ്റ്റ് ശ്രീ സഖാവ് CK ഭാസ്കരൻ്റെ 11ാമത് അനുസ്മരണ ചടങ്ങുകളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് സാന്ത്വന പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ഉതിർന്നു വന്ന ചില നിമിഷങ്ങൾ. പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദ്യം ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുക. പിതൃതുല്യമായ പുത്രവാത്സല്യത്തോടെയാണ് അദ്ദേഹം ഇന്ന് എന്നെ കണ്ടിരുന്നത്. അദ്ദേഹം ഞാൻ MP ആയിരിക്കുമ്പോൾ, അദ്ദേഹം മുഹമ്മ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞാൻ MP ആയിരുന്നു എന്ന് പറയുന്നതാണ് കൂടി രഹസ്യം. ഒരു തികഞ്ഞ മനുഷ്യസ്നേഹി, ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്, ഒരു പൊതുജീവിതം, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്ന് പൊതുപ്രവർത്തകർക്കൊക്കെ മാതൃകയാക്കാൻ കഴിയുമായിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. അധികാരം ജനസേവനത്തിന് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിലുള്ള ഒരു ഉത്തമമായ മാതൃക രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് കാണിച്ച് സമൂഹത്തിനെ കാട്ടിത്തന്ന ഒരു മഹാനായ വ്യക്തി. ഇതൊക്കെയാണ് CK കുറിച്ച് എന്ത് പറഞ്ഞാലും മതിയാകില്ല. അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. എനിക്കിപ്പോൾ ഓർക്കുന്നു, 2012 എൻ്റെ അമ്മ വേർപിരിഞ്ഞപ്പോൾ ഞാനൊന്ന് പാർട്ടിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സന്ദർഭം. എൻ്റെ അമ്മ വേർപിരിഞ്ഞപ്പോൾ അന്ന് അവിടെ അദ്ദേഹം എത്തിയിരുന്നു ആശ്വാസം പകരാനായിട്ട്. ഇനിയിപ്പോൾ സൈറു മാഡം ഓർമ്മിപ്പിക്കും. ഞാൻ പലപ്പോഴും ഈ പാലിയേറ്റീവ് വേദികളിലൊക്കെ പറയാറുള്ള ഒരു പേര് CKയുടേതാണ്. അത് മറ്റൊന്നുമില്ല, ഇന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇപ്പോൾ പാലിയേറ്റീവ് ഗ്രിഡ് വരെ രൂപീകരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിനൊക്കെ ഒരു നിമിത്തമായത് CK ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിശോക്തിയാകില്ല. സത്യമായി സൂചിപ്പിച്ചത് ഈ വേദന അനുഭവിക്കുന്ന രോഗികളെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി ആശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കിടപ്പ് രോഗികൾ മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് വീടുകൾ ഒറ്റപ്പെട്ട് കഴിയുന്ന മുതിർന്ന പൗരന്മാർ ഒരുപാട് നമ്മുടെ പ്രദേശത്തുണ്ട്. മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ യുവാക്കൾ വിദേശത്തേക്ക് ചേക്കേറുമ്പോൾ, അത് പഠനത്തിനായാലും തൊഴിലിനായാലും വിദേശത്തേക്ക് ചേക്കേറുമ്പോൾ ഒറ്റപ്പെട്ട് കഴിയുന്ന മുതിർന്ന പൗരന്മാർ ഒരുപാട് വീടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിരക്കൊക്കെ കഴിഞ്ഞായിരിക്കുമായിരുന്നു.
ഇതുപോലെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ശ്രവണം കഴിഞ്ഞ് പറഞ്ഞത് വളരെ ശരിയാണ്. കിടപ്പുരോഗികളോടൊപ്പം അതുപോലെ ഒറ്റപ്പെട്ട് കഴിയുന്നവരെയും പരിചരിക്കാനും ഒപ്പം ഇതിൻ്റെ വ്യാപ്തി കുറയ്ക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് തോന്നുന്ന ഒരുപക്ഷേ ഈ വയോമിത്രം പദ്ധതിയൊക്കെ അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. പഞ്ചായത്തുകളിൽ ജീവിതശൈലി രോഗത്തിലുള്ള കൃത്യമായിട്ട് ബുക്ക് വയ്ച്ച് മരുന്നൊക്കെ കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിരിക്കും. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ തടയുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ആയിരിക്കും. ഞാൻ ജോലി ചെയ്യുന്ന പ്രൊവിഡൻസ് ആശുപത്രിയിൽ ഞങ്ങളുടെ നെഫ്രോളജി യൂണിറ്റ് ഉണ്ട്, ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്. അവിടെ വരുന്ന ഡയാലിസിസ് പേഷ്യൻസിൽ ഒരു 80% പ്രമേഹ രോഗികളാണ്. അതിൽ 80 എത്രയൊക്കെയായാലും ജൂലൈ 4 11 വർഷങ്ങൾക്ക് മുമ്പ് ഏറെ വേദന പടർത്തിയ ഒരു ദിവസമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ 11 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ സാന്ത്വന പ്രവർത്തകർ CK സാറിൻ്റെ മടിത്തട്ടിൽ എന്ന് തന്നെ ഞാൻ പറയാം. കാരണം ഈ ഒരു വീടും ഇതിൻ്റെ പരിസരവും ചരിത്രം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. നമുക്ക് കൂടാനായത് ഏറെ സന്തോഷകരമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ മുഖങ്ങളും ചരിത്രത്തെ സൂചിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ KS മനോജ് സാർ MP ആയിരുന്ന കാലത്ത് CK ഭാസ്കരൻ സാറും കൂടാണ് ആദ്യത്തെ നമ്മുടെ പാലിയേറ്റീവ് ഡോക്ടേഴ്സ് ഹോം കെയർ നടത്തിയിരുന്നത്. അതോടൊപ്പം ഓരോ മുഖങ്ങളും പഞ്ചായത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ബിമൽ റോയ് സാറ്, സേതു സാറ്, ഉദയസിംഹൻ സാറ്, പിന്നെ സംഗീതം കൊണ്ട് സാന്ത്വനം പകർന്ന വ്യക്തികളാണ് സാറും മേദിനിയൊക്കെ. പ്രഭാഷ് സാർ ഞങ്ങളുടെ ആദ്യത്തെ മീറ്റിങ്ങിൽ എനിക്ക് ഓർമ്മയുണ്ടല്ലോ, ഇത് മേഡവും ഞാനും പ്രഭാഷ് സാറും ഈ പഞ്ചായത്തിൽ വന്നിരുന്നു. ഷഫീഖോടെ നീളം ആദ്യത്തെ മനോരമയുടെ ആ മീറ്റിങ്ങിനകത്ത് ഷഫീഖ് അല്ലേ, അസീസ് സാറ്, മാത്യു സാറ്, പിന്നെ ആനി മറിയ, സംഹതിയുടേതായിട്ട് ബേബി, നമ്മുടെ സ്വന്തം ആദ്യത്തെ ജില്ലയിലെ പാലിയേറ്റീവ് കെയർ സിസ്റ്റർ, പിന്നെ മുനിസിപ്പൽ പാലിയേറ്റീവ് കെയർ ലാലച്ചൻ സാറ്, സോണി നെടുത്തോണായിരുന്നു. അതോടൊപ്പം ഞാൻ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ വോളണ്ടിയേഴ്സ്, അതുപോലെ തന്നെ സാന്ത്വന രംഗത്ത് അന്ന് ആദ്യത്തെ ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ CK സാറായിരുന്നു പ്രസിഡന്റ്. നമ്മൾ ഒന്നിച്ചു കൂടി എല്ലാം ചർച്ച ചെയ്യുമായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ കൂടി ഓരോരുത്തരും പാലിയേറ്റീവ് കെയറിലെ ഇന്ന് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും നമ്മളിവിടെ കൂടിയത് ഏറ്റവും ഇന്ന് സന്തോഷജനകമാണ്. അപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ 20 കൊല്ലങ്ങൾക്ക് മുമ്പ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് പാലിയേറ്റീവ് കെയർ സാന്ത്വന പരിചരണം എല്ലാ രംഗത്തും ഉണ്ട്, എല്ലാ NGOയിലുണ്ട്, നമ്മുടെ എല്ലാ ഇടയിലുണ്ട്. കിടപ്പിലായ രോഗികളുടെ പരിചരണത്തോടൊപ്പം നമ്മൾ ഇനി മനസ്സിൽ കാണേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു തലമുറ, അതായത് മധ്യവയസ്കിൽ നിൽക്കുന്ന തലമുറയായാലും ആരോഗ്യമുള്ള വയോജനങ്ങളായാലും ഒരു പാലിയേറ്റീവ്, ഒരു കിടപ്പ് രോഗി ആകാതിരിക്കാനുള്ള കുറേ പ്രവർത്തനങ്ങളും ആവശ്യമുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്താലോ, അതൊരു ജനകീയ മൂവ്മെന്റ് ആക്കാനായിട്ട്. കാരണം 20 കൊല്ലത്തിനേക്കാളും നോക്കുമ്പോൾ ഇന്ന് ബേബി സിസ്റ്റർ പറയായിരുന്നു CKD ഉള്ള കിഡ്നി ഡിസീസ് ഉള്ള ഡയാലിസിസ് പോകുന്നുണ്ട്. എത്ര 14 പേര് ഈ ചെറിയ പഞ്ചായത്തിലുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾ നേർചിത്രം എടുത്ത ഒരു 20 കൊല്ലം മുമ്പ് അങ്ങനൊന്നും ആയിരുന്നില്ല. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷനൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ആ തലത്തിലേക്ക് പോകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ പറയുന്നത് പബ്ലിക് ഹെൽത്തിന് 3 തലം പ്രതിരോധമാണ്. ആദ്യത്തേത് രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധം, നമ്മൾ നല്ല വ്യായാമം, നല്ല ഭക്ഷണം, നല്ല വായു, അതെല്ലാം. രണ്ടാമത്തെ തലം എന്ന് പറയുമ്പോൾ സെക്കൻഡറി പ്രിവെൻഷനാണ്. അസുഖം വന്നവരെ കൃത്യമായിട്ട് ചികിത്സിക്കുക, അവർ അടുത്ത തലത്തിലേക്ക് പോകാതിരിക്കുക. 3ാമത്തെ തലം ടേർഷറി, ഒരുപക്ഷെ പാലിയേറ്റീവ് കെയർ അടങ്ങുന്ന കിടപ്പിലായവർക്ക് സാന്ത്വനം ഏറ്റവും നല്ല കെയറും കൊടുക്കുക. എനിക്ക് നമ്മൾ സെക്കൻഡറി കെയറിലേക്കും അതും കൂടെ സെക്കൻഡറി പ്രിവെൻഷനോടെ നോക്കണം. നിലവിലുള്ളവർ കിടപ്പിലാകാതിരിക്കാനുള്ള ദിനചര്യകൾ, അതേപോലത്തെ കാര്യങ്ങൾ ഒരു പ്രോജക്റ്റായിട്ട് നമ്മൾ അതിലേക്ക് ഇടുന്നു. അതിനകത്തെല്ലാം ഉണ്ട്, സംഗീതമുണ്ട്. അതൊരു മനുഷ്യന് സന്തോഷമായിട്ട് ജീവിക്കുവാൻ സാന്ത്വനം മറ്റുള്ളവർക്ക് പകരുന്നതിനോടൊപ്പം ആരോഗ്യത്തിന് ഒരു സാന്ത്വനമായിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് ഇതിനകത്ത് എല്ലാ തലങ്ങളും വരും. അപ്പം എന്നൊരാശയം കൂടി ഇട്ടിട്ട് ഈ ഒരു 11 വർഷം തികയുന്നൊരു സമയത്ത് അതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലൊരു ട്രിബ്യൂട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഇതേപോലെ അന്ന് തുടങ്ങിയതുപോലെ തികച്ചും ഇന്നോവേറ്റീവായിട്ട് വ്യത്യസ്തമായ ഒരു കാര്യം. താങ്ക് യു.
ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് ഒരു ഗ്രിഡ് രൂപീകരിച്ച് സംസ്ഥാനത്ത് വളരെ സജീവമായി ഗവൺമെൻറ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന പാലിയേറ്റീവ് അതിൻ്റെ ഏകദേശം ഒരു CK-യുടെ 11ാമത് വാർഷികത്തിൽ അതിന് തുടക്കമിട്ട പ്രധാനപ്പെട്ട വ്യക്തികൾ കൂടെയാണ്. ഒന്ന് പ്രധാനമായിട്ട് സൈറോ ഡോക്ടറാണ് വടക്കൻ കേരളത്തിലെ ഈ ആശയം നമ്മുടെ ഇവിടെ കൊണ്ടുവന്നത്. അത് പഞ്ചായത്ത് തലത്തിൽ ആ പ്രവർത്തനം തുടങ്ങി. അന്ന് പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന ധൈര്യപൂർവ്വം അതിനൊരു പ്രോജക്റ്റ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം പ്രവർത്തനത്തിൽ അന്ന് നേരത്തെ ഡോക്ടർ പറഞ്ഞ ഔപചാരികമായിട്ട് ഒരു പാലിയേറ്റീവ് പ്രവർത്തനം ഒരു പേഷ്യനെ കണ്ട് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ മനോജ് ജില്ലയിൽ തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ അസീസ് ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അപ്പം അതുകൊണ്ടൊരു പ്രത്യേക നമ്മൾ ചെറിയ വേദിയാണെങ്കിലും ഒരുപക്ഷെ എന്തുകൊണ്ടും ഒരു വലിയ പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയായിട്ടാണ് ഇപ്പോൾ നമ്മൾ പൊതുവെ കാണുന്നത്. പക്ഷെ അതിൻ്റെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമുക്കിതിന് മറ്റുള്ള അതിനോടൊപ്പം എത്താനും കഴിയാവുന്ന എത്ര ചെയ്താലും പോരാ. കാരണം എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആ ചൂരുകൾക്കുള്ളിൽ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന ഒട്ടനവധി ഇതുപോലെ വീടിനുള്ളിലാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം, അത് നേരത്തെ NGOs ആണെങ്കിൽ ഇന്നിപ്പോൾ ഗവൺമെൻറ് തലത്തിൽ അതിനെല്ലാ സപ്പോർട്ടും ചെയ്യുന്നു. അതിനെ എല്ലാവർക്കും അതിനകത്ത് പങ്കാളിത്തം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരു ശൈശവാവസ്ഥയിലുള്ളതാണ്. അപ്പോൾ ഇനി ഒത്തിരി മുന്നോട്ട് പോകാനുള്ളതാണ് പാലിയേറ്റീവ് കെയർ. ഇപ്പം ഒരു തുടർ പഠനത്തിൻ്റെ ആവശ്യം. ഇപ്പം ഞങ്ങൾ അനസ്തീഷ്യയിലായിരുന്നപ്പോൾ അനസ്തീഷ്യയിൽ ഇതായിരുന്നു, ഞങ്ങൾ പണ്ട് പഠിച്ചത് മതി എന്ന് ചെയ്തില്ല. അതുപോലെ ഇപ്പോൾ പാലിയേറ്റീവിൽ വന്നിട്ടും പാലിയേറ്റീവിൽ മിക്കവാറും മാസത്തിലൊരു ഓൺലൈൻ മീറ്റിങ്ങിലെങ്കിലും ക്ലാസ്സിലെങ്കിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ ഫിസിക്കലായിട്ടും പോയി പങ്കെടുക്കാറുണ്ട്. സാമൂഹികവും സാമ്പത്തികവും ആത്മീയവുമായ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടേണ്ടി വരും. ഇതിനെല്ലാത്തിനും ഓരോ ചേഞ്ചസ് എല്ലാ മേഖലയിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ശാരീരിക പ്രശ്നങ്ങളിലാണെങ്കിൽ പുതിയ മരുന്നുകൾ വരുന്നുണ്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ പുതിയ മരുന്ന് അറിയണം. പക്ഷേ പുതിയ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങൾ കുറവായിരിക്കും, കൂടുതൽ സുരക്ഷിതമായിരിക്കും. അതുപോലെ തന്നെ പുതിയ ഉപകരണങ്ങൾ ഇപ്പോൾ പാലിയേറ്റീവ് കെയറിൽ തന്നെ സഖാവ് CK ഭാസ്കരൻ എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് നന്മയുടെ നല്ല പാഠങ്ങൾ പറഞ്ഞു തരികയും വലിയൊരു നേതാവെന്നതിനേക്കാളപ്പുറം എന്നെപ്പോലുള്ള ചെറിയ വ്യക്തികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ ചടങ്ങുകളിലും പങ്കെടുക്കാൻ മനസ്സ് കാണിച്ച് നല്ലൊരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ആദ്യ പാഠം പഠിപ്പിച്ചതെന്ന സഖാവ് CK-യുടെ 11ാമത് അനുസ്മരണ ചടങ്ങുകളുടെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനിയും അതേപോലുള്ള നന്മയുള്ള നല്ല വ്യക്തിത്വങ്ങളെയും നല്ല കാഴ്ചകളെയും മനോഹരമായ മുഹമ്മയുടെ സൗന്ദര്യവും കാണുവാൻ എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം CP ഷാജി.